ഞാൻ ഉപയോഗിക്കുന്ന ഈ സുസുക്കി ഇഗ്നിസിന്റെ കാർ വാഷ് റൂട്ടീൻ എങ്ങനെയാണ് എന്ന് നോക്കിയാലോ. എന്റെ പാർട്ണർ ഇതിനെ കളിയാക്കി കാറിന്റെ 6 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീൻ എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും വൺസ് ഇൻ എ മന്ത് ഞാൻ ഇങ്ങനെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കാർപ്രോയുടെ പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് കോച്ച് കെമിഡിയോ കെമിക്കൽ ഗൈസിന്റെയോ അങ്ങനെ നല്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യം വാഷ് ചെയ്യുന്നത് അണ്ടർബോഡിയാണ്. മാസത്തിൽ ഒരിക്കൽ അണ്ടർബോഡി ഞാൻ വാഷ് ചെയ്യാറുണ്ട്. ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് കാർപ്രോയുടെ മൾട്ടി എക്സ് ആണ്. ഇതൊരു വെർസറ്റൈൽ ഓൾ പർപ്പസ് ക്ലീനർ ആണ്. ഇത് റോഡ് ഗ്രൈമിനെയും സോൾട്ട് ഡെപ്പോസിറ്റ്സിനെയും ഒക്കെ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്യും. ഈ മൾട്ടി എക്സ് ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ അണ്ടർബോഡി ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം അതിനെ പ്രോപ്പർ ആയിട്ട് ഒന്ന് റിൻസ് ചെയ്യും. അടുത്തതായിട്ട് ക്ലീൻ ചെയ്യുന്നത് വണ്ടിയുടെ വീൽസ് ആണ്. ഇതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്ന കാർപ്രോയുടെ വീലെക്സ് ആണ്. ഇത് നമ്മുടെ വണ്ടിയിലുള്ള ബ്രേക്ക് ഡസ്റ്റിനെയും അതുപോലെ അയൺ ഡെപ്പോസിറ്റ്സിനെയും ഒക്കെ വീലിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇത് യൂഷ്വലി സ്പ്രേ ആയിട്ടാണ് നമ്മൾ വണ്ടിയുടെ വീൽസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ റിൻസ് ചെയ്ത് കളയുകയും ചെയ്യും. ഇനിയാണ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ബോഡി വാഷ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്ന കാർപ്രോയുടെ റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷാമ്പു ആണ്. ഇതൊരു pH ന്യൂട്രൽ ആയിട്ടുള്ള ഷാമ്പു ആണ്. വണ്ടിയിൽ ഓൾറെഡി ഒരു ഗ്രഫിൻ കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ pH ന്യൂട്രൽ ആയിട്ടുള്ള ഷാമ്പൂസ് ആണ് ഞാൻ വണ്ടിയിൽ യൂഷ്വലി യൂസ് ചെയ്യാറ്. ഇതിനുശേഷം വണ്ടിയിൽ ഒരു സീലന്റും കൂടെ അപ്ലൈ ചെയ്യാറുണ്ട്. കാർപ്രോയുടെ ഹൈഡ്രോ 2 എന്ന് പറഞ്ഞിട്ടുള്ള സീലന്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇതൊരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സീലന്റ് ആണ്. ഇത് വണ്ടിയുടെ ഗ്രഫിൻ കോട്ടിങ്ങിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ ഒരു ഹൈഡ്രോഫോബിക് പ്രൊട്ടക്ഷനും കൂടെ വണ്ടിക്ക് തരും. ഇനിയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ എന്നോട് ചോദിക്കുന്ന വണ്ടിയുടെ എഞ്ചിൻ ബേ ക്ലീനിങ്. ഇതിനുവേണ്ടി യൂസ് ചെയ്തേക്കുന്ന കാർപ്രോയുടെ പേൾ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള UV പ്രൊട്ടക്റ്റഡ് ഡ്രസ്സിംഗ് ആണ്. ഇതിനെ ഡയല്യൂട്ട് ചെയ്തിട്ട് എഞ്ചിൻ ബേയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. അതാണ് ഇവിടെ ചെയ്യുന്നത്. അവസാനമായിട്ട് ടയേഴ്സിനെ പോളിഷ് ചെയ്യാൻ വേണ്ടി കാർപ്രോയുടെ ഡാർക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ആദ്യം പറഞ്ഞ പോലെ ഞാനിവിടെ കാർപ്രോയുടെ പ്രോഡക്ട്സ് യൂസ് ചെയ്തേ ഉള്ളൂ. ഈ ലൈൻ ഓഫ് പ്രോഡക്ട്സ് മിക്ക ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാറിന്റെ ക്ലീനിങ് റൂട്ടീൻ. നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ക്ലീനിങ് റൂട്ടീൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരാം. ദിസ് ഇസ് സ്റ്റിൽ നോട്ട് എ കാർ ഗൈ, ജസ്റ്റ് എ ഡെയിലി.